ഹലോ മൈ ഡിയർ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക്. പച്ച പപ്പായ അതുകൊണ്ട് പലതര റെസിപ്പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ? തോരനായിട്ടും മെഴുക്കുവരട്ടിയായിട്ടും പിന്നെ ചെമ്മീനിട്ട് കറി വെക്കും, അങ്ങനെ പല പല പലതരം അല്ലേ? പക്ഷേ ഇന്ന് ഞാൻ പച്ച പപ്പായ കൊണ്ട് നല്ല അടിപൊളി ഒരു സ്വീറ്റ് ആണ് ഉണ്ടാക്കുന്നത്. യെസ്, പച്ച പപ്പായ ഹൽവ. എൻ്റെ പൊന്നോ, എന്തൊരു ടേസ്റ്റാണല്ലോ ശരിക്കും. ഇന്നലെ പാപ്പൻ എനിക്ക് പച്ചപ്പപ്പായ തന്നിട്ട് നീ ഉണ്ടാക്ക്, നിന്റെ വീഡിയോയിൽ ചട്ടിയിൽ ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി ഉണ്ടാക്കുന്ന പാപ്പൻ എപ്പോഴും കളിയാക്കി പറയാറുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇത്തവണ ചട്ടിയിൽ ഇളക്കി ഉണ്ടാക്കുന്നത് ഒരു മധുര വിഭവമായാലോ എന്ന് വിചാരിച്ചപ്പോഴാണ് ഈ ഒരു തോട്ട് എൻ്റെ മൈൻഡിൽ വന്നത്. എന്തുകൊണ്ട് ഇതിൽ ഒരു ഹൽവ ഉണ്ടാക്കാൻ പറ്റില്ല? ഇതിൻ്റെ ഒരു ക്രീമി ആ ഒരു ടെക്സ്ചറും നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം നമുക്ക് തുടങ്ങാം. തൊളി ചെത്തി കുരു കളഞ്ഞ് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് ആവശ്യത്തിന് വളരെ കുറവ് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൽ വേവിക്കാം. കുക്കറിൽ വേവിക്കുന്നത് വേറെ ഒന്നല്ല, പെട്ടെന്ന് ആയി കിട്ടും കേട്ടോ. ഒരു 2 വിസിൽ കൊടുക്കാം. എന്നിട്ട് ഈ വെള്ളം നമുക്ക് ഊറ്റാം. പക്ഷെ വെള്ളം കളയരുത്, കാരണം ഇതാണ് നമ്മൾ പേസ്റ്റായിട്ട് അരയ്ക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ അരയ്ക്കുമ്പോൾ പച്ചവെള്ളം ചേർക്കണ പകരം ഇത് വേവിച്ച വെള്ളം കൂടി ചേർത്താൽ കുറച്ചും കൂടി ഫ്ലേവർ നമുക്ക് എൻഹാൻസ് ആയിട്ട് കിട്ടും അല്ലേ? അപ്പോൾ മിക്സി ജാറിൽ വെന്ത പപ്പായ ഇടാം, ലേശം ഈ വേവിച്ച വെള്ളം ഇതും കൂടി ഒഴിച്ച് നന്നായി മഷി പോലെ നമുക്ക് അരച്ചെടുക്കാം. പിന്നെ ബേസിക് ഹൽവയ്ക്ക് വേണ്ട സാധനങ്ങൾ നെയ്യ്. ഞാനിത് കുറച്ച് കടലപ്പരിപ്പ് റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. മുന്തിരി ഞാൻ ആഡ് ചെയ്യാറില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ബദാം ആഡ് ചെയ്യാം. പൊട്ടുകടലയും കാഷ്യൂനട്ടാണ് ഞാനിവിടെ റോസ്റ്റ് ചെയ്തെടുത്തത്. അത് മാറ്റിയതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച പപ്പായ, ഇതിൻ്റെ വെള്ള അംശങ്ങൾ പോണവർക്ക് നമുക്ക് നന്നായിട്ട് ഇത് നെയ്യിൽ വെന്തതാണ് ഒന്നും കൂടി നമുക്ക് വഴറ്റിയെടുക്കാം. പിന്നെ മധുരത്തിന് ശർക്കര, അതിൻ്റെ മധുരം പോരെങ്കിൽ പഞ്ചസാര ചേർത്തോളൂ കേട്ടോ. അതൊക്കെ ആവശ്യമനുസരിച്ചാണ്. ഏലക്കപ്പൊടി നന്നായി റോസ്റ്റ് ആയതിനു ശേഷം കോൺഫ്ലവർ, ചോളപ്പൊടിയിൽ വെള്ളം കലക്കി 3 ടേബിൾ സ്പൂൺ കലക്കി ഇതിലേക്ക് ചേർത്താൽ നമുക്ക് ആ തിക്ക് കൺസിസ്റ്റൻസി കിട്ടും. വറുത്ത് വെച്ച പൊട്ടുകടലയും കാഷ്യൂനട്ടും ഇതും കൂടി മിക്സ് ചെയ്ത് നമുക്ക് ആ ശരിക്കും ഒരു ഹൽവയുടെ ടെക്സ്ചർ, നമ്മൾ എത്ര നെയ്യ് ആഡ് ചെയ്യോ അത്ര രുചികരമായിരിക്കും നമ്മുടെ ഈ ഹൽവ. അത്ര തന്നെ. പിന്നെ നെയ്യ് ഹെൽത്തി ആണല്ലോ. നമുക്ക് ഏത് പാനിലാണോ സെറ്റ് ചെയ്യേണ്ടത് അതിൽ കുറച്ച് നെയ്യ് തടവി വേണമെങ്കിൽ എള്ള് നമുക്ക് വിതറി കൊടുക്കാം. അപ്പോൾ ഒരു ഡെക്കറേഷൻ കാണാൻ ഭംഗിയുണ്ടാവും. എൻ്റെ അടുത്ത് എള്ള് ഉണ്ടായിരുന്നില്ല, ഉണ്ടെങ്കിൽ ഇടാട്ടോ, തെറ്റില്ല. ഇതിൽ ടബിൾ ഒഴിച്ചിട്ട് നമുക്കിത് സെറ്റാക്കി വെക്കാം. 2 to 3 hours, അല്ലെങ്കിൽ ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലും പിറ്റേ ദിവസം കിഡിലോസ്കി ഹൽവ റെഡിയാണ്. ട്രൈ ചെയ്ത് നോക്കണേ. ലവ് യു ഓൾ, ബൈ.